ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും മറ്റേ പൊറോട്ടയുടെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഉരുളക്കിഴങ്ങ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ശരിക്കും ഇതിന് ഒരു ബീഫ് കറിയുടെ ടേസ്റ്റ് തന്നെയാണുള്ളത്. നല്ല അടിപൊളി കറിയാണ്. പിന്നെ ഇതിനുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആകെ ഒരു 10 മിനിറ്റ് മാക്സിമം വേണ്ടി വരുള്ളൂ. ഉരുളക്കിഴങ്ങ് ഒരു 5-6 ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട. ഒരു കഷ്ണം ഉള്ളിയും വെളുത്തുള്ളിയും മതി. ഇതെല്ലാം കൂടി പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കും നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 6 മീഡിയം ഉരുളക്കിഴങ്ങ് വലിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ഉള്ളി മതിയേ. ഒരു ഉള്ളിയൊന്നും വേണ്ട, ഒരു ചെറിയ പീസ് ഉള്ളി. പിന്നെ ഒരു 3-4 വെളുത്തുള്ളി. അത് കട്ട് ചെയ്യുന്നു വേണ്ട, മുഴുവനായിട്ട് തന്നെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ നിറച്ചും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3-4 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഇത് ഒരുപാട് സമയം വെച്ചിട്ട് വെന്ത് ഉടഞ്ഞു പോകരുത്. ഒരു 3 വിസിലൊക്കെ മതിയാവും. ഇനി ഇത് വെന്ത് വരുന്ന ഈ ഒരു ടൈമിൽ നമുക്ക് അടുത്ത അടുപ്പിൽ ഒരു പാത്രം വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാൻ വേണ്ടി വെക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില മസ്റ്റാണ്. കറിവേപ്പിലയാണ് ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കടുക് ഇതാ പൊട്ടി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. തീ നല്ല ലോ ഫ്ലെയിമിൽ വെക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ മുളക് പൊടി ഉരുളക്കിഴങ്ങിൻ്റെ ഒപ്പം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലും ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയാണ്. ഇനി ഇത് നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒട്ടും തീ കൂട്ടി കൊടുക്കരുത്, പിന്നെ കരിഞ്ഞിട്ട് കറിയുടെ ടേസ്റ്റൊക്കെ മാറും. ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ 2-3 പീസ് ഒന്ന് ഉടച്ചെടുക്കാം. അങ്ങനെയാകുമ്പോൾ നല്ലൊരു ടേസ്റ്റും കിട്ടും, കറിക്ക് നല്ല തിക്നെസ്സും കിട്ടും. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഉപ്പും ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ മുളക് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഗ്രേവി ഇവിടെ ഉരുളക്കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് മതി, ഇങ്ങനെ വെച്ചാൽ മതി. നല്ല ബീഫ് കറിയുടെ ടേസ്റ്റുള്ള ഒരു അടിപൊളി ഉരുളക്കിഴങ്ങ് കറിയാണ്. ഞാൻ അധികം ഗ്രേവിയൊന്നും ആക്കുന്നില്ല, കാരണം ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഈ ഒരു ഗ്രേവി കറക്റ്റാണ്. ഇത്രയും മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.